എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ചപ്പോൾ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിച്ചു. അതിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചിരുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു എക്സാമ്പിളാണ് നമ്മളുടെ മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം. ഇതൊരു വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണ് ഓഫേർഡ് ഇൻ ദി മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയർ പാക്കേജ്. അപ്പം മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയർ പാക്കേജ് ഉള്ള ഒരു വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണെന്ത് മൈക്രോസോഫ്റ്റ് വേർഡ്. അതായത് നമ്മൾ നോട്ട് പാഡ് പ്ലസ് പ്ലസ്, അത് വേർഡ് പാഡ്, അതുപോലത്തെ ഒരുപാട് വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അതിലുള്ള ഒരു വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണ് എന്ത് മൈക്രോസോഫ്റ്റ് വേർഡ്. അതായത് MS ഓഫീസിലെ ഒരു വേർഡ് പ്രോസസ്സിംഗ് പ്രോഗ്രാമാണെന്ത് മൈക്രോസോഫ്റ്റ് വേർഡ്. ദിസ് പ്രോഗ്രാം, അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിൻ്റ് ഉണ്ട്, ആസസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിലെ ഒരു പ്രോഗ്രാമാണെന്ത് മൈക്രോസോഫ്റ്റ് വേർഡ്. ദിസ് പ്രോഗ്രാം അലോസ് യു ടു ക്രിയേറ്റ് ഡോക്യുമെൻറ്റ് സച്ചസ് ലെറ്റേഴ്സ്, മെമോസ്, ന്യൂസ് ലെറ്റേഴ്സ് ആൻഡ് ബുക്സ്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ലെറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, മെമോസ് ക്രിയേറ്റ് ചെയ്യുക, ന്യൂസ് ലെറ്റർ ക്രിയേറ്റ് ചെയ്യുക, ബുക്സുകൾ ക്രിയേറ്റ് ചെയ്യുക. ലെറ്റേഴ്സ്, മെമോസ്, ന്യൂസ് ലെറ്റർ, ബുക്ക്, ഇതൊക്കെ നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? മൈക്രോസോഫ്റ്റ് വേർഡ് വെച്ച് ചെയ്യാം. നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ബയോഡാറ്റയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റൊക്കെ ചെയ്യാനും നമ്മൾ എന്താണ് ഉപയോഗിക്കുക? മൈക്രോസോഫ്റ്റ് വേർഡാണ് ഉപയോഗിക്കുക. ഇൻ അഡീഷൻ ഇറ്റ് ഓൾസോ അലോ യു ടു ഇൻസേർട്ട് ടേബിൾസ് ആൻഡ് ഇമേജ്. നമുക്ക് ഈ ഒരു ലെറ്റേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിലേക്ക് ടേബിൾസിനെയും അതുപോലെ തന്നെ ഇമേജസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാഫിക്സായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാ വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഇമേജസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ടേബിൾസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രാഫിക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ടേബിൾസും അതുപോലെ തന്നെ ചാർട്ടുകൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേർഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഗോ ടു ദി സ്റ്റാർട്ട് ബട്ടൺ ഓൺ ദി ഡെസ്ക്ടോപ്പ് ആൻഡ് പ്രസ് ഇറ്റ്. ക്ലിക്ക് ഓൺ ഓൾ പ്രോഗ്രാം, ക്ലിക്ക് ഓൺ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ദെൻ ക്ലിക്ക് MS വേർഡ്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ പ്രോഗ്രാംസ് ഉണ്ടാവും. ആ ഓൾ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് കാണാൻ പറ്റും. ആ ഓഫീസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു വേർഡ്, എക്സൽ, പവർ പോയിന്റ്, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ആണ്. അതിൽ നമുക്ക് എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്? MS വേർഡാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാം, മൈക്രോസോഫ്റ്റ് ഓഫീസ്, MS വേർഡ്. അതിൻ്റെ ചെറിയൊരു പിക്ചർ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ആ താഴത്തെ ആ ഒരു ഗ്രീൻ കളറിലെ ആ ഒരു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓൾ പ്രോഗ്രാംസ് കാണാൻ പറ്റും. അപ്പോൾ ഓൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് എന്ത് ചെയ്യുക? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ MS വേർഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നമുക്ക് ഓഫീസിൻ്റെ ബട്ടൺ കാണാം, അതുപോലെ തന്നെ ക്വിക്ക് അസസ് ടൂൾ ബാർ കാണാം, റിബൺസ് കാണാം, ടൈറ്റിൽ ബാർ കാണാം, വിൻഡോ കൺട്രോൾ കാണാം, അതുപോലെ തന്നെ എന്താണ് പറയുക, കേഴ്സേഴ്സ് കാണാം, ടെക്സ്റ്റ് ഏരിയ കാണാം. അങ്ങനെ ഒരുപാട് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു MS വേർഡിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മൾ ഇതിപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റിൽ നമുക്കൊരു ഓഫീസ് ബട്ടൺ കാണാം. അപ്പോൾ ആ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ദി മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് വേർഷനിലേക്കാണ് നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ കാണാൻ പറ്റുക. കുറച്ച് മുമ്പത്തെ വേർഡിൻ്റെ വേർഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്താണ് ഫയൽ മെനു കണ്ടാണ് കാണാൻ പറ്റുക. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിലൊക്കെ ഈ ബട്ടണും തൊട്ട് മുമ്പത്തുള്ള വേർഷനിലൊക്കെ ഫയൽ മെനു ആയിട്ടാണ് ഇത് നമുക്ക് കാണാൻ പറ്റുക. ദി ഓഫീസ് ബട്ടൺ പെർഫോംസ് മെനി ഓഫ് ദി ഫങ്ഷൻസ് ദാറ്റ് വെർ ലൊക്കേറ്റഡ് ഇൻ ദി ഫയൽ മെനു ഓഫ് ഓൾഡർ വേർഷൻ ഓഫ് വേർഡ്. അപ്പോൾ നമുക്ക് ഈ MS ഓഫീസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം ഈ നിലവിൽ അത് പുതിയ വെർഷനിലൊക്കെ അത് MS ഓഫീസ് ബട്ടണും, അത് ഓൾഡർ വെർഷനിൽ എന്താണ് അത് ഫയൽ മെനു ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. ദിസ് അലോസ് ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻറ്റ്, ഓപ്പൺ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്, സേവ് ആസ് പ്രിൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പുതിയ ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിലവിലെ ഡോക്യുമെൻറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് MS ഓഫീസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, നിലവിലെ ഡോക്യുമെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക, സേവ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഫങ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് MS ഓഫീസ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ അടുത്തൊരു കമ്പൗണ്ടാണ് റിബൺ കമ്പൗണ്ട്. ദി റിബൺ ഇസ് ദി പാനൽ അറ്റ് ദി ടോപ്പ് പോർഷൻ ഓഫ് ദി ഡോക്യുമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു MS ഓഫീസ് വേർഡിൻ്റെ
ആ ഒരു വേർഡ് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിലാണ് ശരിക്കും എന്ത് റിബൺ എന്ന് പറഞ്ഞാൽ, അതായത് ഡോക്യുമെൻറ്റിൻ്റെ ടോപ്പ് പോർഷനാണ് നമ്മൾ എന്ത് പറയുക റിബൺ എന്ന് പറയുക. അപ്പോൾ ഡോക്യുമെൻറ്റിൻ്റെ ആ ടോപ്പ് പോർഷനാണ് നമ്മൾ എന്ത് പറയുക റിബൺ എന്ന് പറയാം. ഇറ്റ് ഹാസ് 7 ടാബ്: ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട് ടാബ്, റഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്, റിവ്യൂ ആൻഡ് വ്യൂ ടാബ്. അപ്പോൾ നമുക്ക് ഒരു റിബണിൽ നമുക്ക് 7ഓളം ടാബുകൾ നമുക്ക് കാണാൻ പറ്റും. ഹോം, അതുപോലെ തന്നെ ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂ ആൻഡ് വ്യൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചർ ഓക്കെ ഇതാണ് എന്ത് നമുക്ക് റിബൺ, അതായത് നമ്മളെ ഒരു MS ഓഫീസ് വേർഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കണ്ടോ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ കാണുന്ന ആ ഒരു സെക്ഷൻ, ആ ഒരു പാനലാണ് ശരിക്കും എന്താ പറയുക നമ്മൾ റിബൺ എന്ന് പറയാം. ദെൻ ഓരോ റിബണിൽ നിന്നുണ്ട് ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നോക്കി നോക്കാം, നമുക്കിപ്പോൾ എന്താണ് മൗസിൻ്റെ സെലക്ഷൻ വരുന്നത് ഹോം എന്ന് പറഞ്ഞ ടാബിലാണ്. അപ്പോൾ ആ ഹോം ടാബിൽ നോക്കി നോക്ക്, ഏറ്റവും താഴെ നമുക്കൊരു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കാണാം. ദെൻ ഫോണ്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കാണാം, പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. ഏറ്റവും താഴത്തെ ആ പിക്ചറിൽ ഏറ്റവും താഴത്തെ റോയിൽ നമുക്ക് നോക്കിയാൽ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈല്, എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. അങ്ങനെ ഓരോ ടാബുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് കാണാനുണ്ട്. അതായത് ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ ആൻഡ് എഡിറ്റിംഗ്, അങ്ങനെ ഓരോ ടാബായിട്ട് ബന്ധപ്പെട്ടുന്നുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ദെൻ ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടാവും. നമ്മൾ MS ഓഫീസ് വേർഡിൻ്റെ വിൻഡോന് ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ടാവും. അതായത് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്സൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കസ്റ്റമൈസ്ഡ് ടൂൾ ബാർ ആണെന്ത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്തുകൊണ്ട് നിൽക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് അൺഡു ചെയ്യണം, അതുപോലെ തന്നെ റീഡു ചെയ്യണം. അങ്ങനെ ഒരുപാട് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ കമാൻഡ്സിലൊക്കെ നമ്മൾ ചെറിയൊരു ടൂൾ ബാറൊക്കെ വെച്ചാൽ എന്താ ആ ടൂൾ ബാർ നമ്മൾ എന്ത് പറയുക ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയാം. ഇറ്റ് ഈസ് എ കസ്റ്റമൈസബിൾ ടൂൾ ബാർ ദാറ്റ് കണ്ടെയ്ൻ കമാൻഡ്സ് ദാറ്റ് വി വാണ്ട് ടു യൂസ്. അതായത് നമ്മൾ ഫ്രീക്വൻ്റായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്സൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ടൂൾ ബാർ ആണെന്ത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. വി ക്യാൻ പ്ലേസ് ഇറ്റ് എബോവ് ഓർ ബിലോ ദി റിബൺ. അപ്പോൾ നമുക്ക് റിബണിൻ്റെ മേലെയായിട്ടോ അല്ലെങ്കിൽ റിബണിൻ്റെ താഴെയായിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ടൂൾ ബാർ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ആഡ് ഓർ റിമൂവ് ഐറ്റംസ് ടു ഓർ ഫ്രം ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് നമുക്ക് വേണമെങ്കിൽ പുതിയ ഐറ്റത്തിന് ആഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് ഐറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് എന്ത് നമുക്ക് MS ഓഫീസ് വേർഡായിട്ട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ. അതായത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണ്, നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്സ്, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്സൊക്കെ നമ്മളൊരു കസ്റ്റമൈസ്ഡ് ടൂൾ ബാർ ആക്കി വെച്ചാൽ എന്തായി അത് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയാൻ പറ്റും. ദെൻ റിബൺ ആണ്, അതായത് നമ്മുടെ ഡോക്യുമെൻ്റ് ടോപ്പ് മോസ്റ്റ് പാനലിലാണ് എന്താ പറയുക നമ്മൾ റിബൺ എന്ന് പറയാം. ദെൻ MS ഓഫീസ് ബട്ടൺ ഉണ്ട്, അതായത് നമുക്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ നമുക്ക് എന്തുണ്ട് ഒരു MS ഓഫീസ് ബട്ടൺ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ടെക്സ്റ്റൊക്കെ നമ്മൾ എഴുതുക, നമ്മൾ ടെക്സ്റ്റ് ഏരിയയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ നമ്മൾ നെയിം കൊടുക്കുന്ന നമുക്ക് എന്തിൽ കാണാൻ പറ്റും, ടൈറ്റിൽ ബാറിൽ കാണാൻ പറ്റും. ടോപ്പിൽ നമുക്ക് ടൈറ്റിൽ ബാർ ഉണ്ട്, അത് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടാബ് സെലക്ടേഴ്സ് ഉണ്ട്, ദെൻ സ്ക്രോളേഴ്സ് ഉണ്ട്, റൂളേഴ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ റൂളർ, വെർട്ടിക്കൽ റൂളർ, അങ്ങനെ ഒരുപാട് കമ്പോണൻറ്റ് എന്തുണ്ട് ഒരു MS ഓഫീസ് വേർഡിലെ വിൻഡോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിനിമൈസ് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ സ്റ്റാർട്ടിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൾ പ്രോഗ്രാംസ് കാണാൻ പറ്റും. ഈ ഓൾ പ്രോഗ്രാംസിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് സെർച്ച് ചെയ്യാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഔട്ട്ലുക്ക്, ആക്സസ് ഉണ്ട്. അതിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്. അപ്പോൾ ഇത് വേർഡ് 2010 ആണ് വേർഷൻ. അപ്പോൾ വേർഡ് ഓപ്പൺ ചെയ്താൽ അങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വേർഡിൽ നമുക്ക് ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കാണാൻ പറ്റാവുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതിനുശേഷം എന്ത് ചെയ്ത് ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ, അതായത് ഇതാണ് ടൈറ്റിൽ ബാർ. അപ്പോൾ ടൈറ്റിൽ ബാറിൽ നമുക്ക് എന്താ ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കുന്ന പേരാണ് ശരിക്കും എന്ത് ടൈറ്റിൽ ബാറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതാണ് ഈ ഒരു സെക്ഷൻ, അതായത് ഇതാണല്ലോ നമ്മുടെ ഡോക്യുമെന്റ്, മൊത്തം ഡോക്യുമെന്റിന്റെ ഇതാണ് അതിന്റെ ടോപ്പ് മോസ്റ്റ് പാനൽ, ടോപ്പ് മോസ്റ്റ് സെക്ഷൻ. ഈ ഒരു ടോപ്പ് മോസ്റ്റ് സെക്ഷൻ ആണ് എന്താ പറയാ റിബൺ എന്ന് പറയാം. അപ്പോൾ റിബണിൽ ഒരുപാട് ടാബ്സ് ഉണ്ട്. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റഫറൻസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ എന്ന് പറഞ്ഞ ഒരുപാട് ടാബുകൾ എന്തുണ്ട്, നമുക്ക് 7ഓളം ടാബുകൾ നമുക്ക് ഈ ഒരു റിബണിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ ഒരു റിബണിലെ ഈ ഒരു ബോട്ടം പോർഷൻ ആണ് ശരിക്കും നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയും. അപ്പോൾ ഹോം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ക്ലിപ്പ് ബോർഡ് ഒരു ഗ്രൂപ്പാണ്, ഫോണ്ട് ഒരു ഗ്രൂപ്പാണ്, പാരഗ്രാഫ് ഒരു ഗ്രൂപ്പാണ്, സ്റ്റൈൽ ഒരു ഗ്രൂപ്പാണ്, എഡിറ്റിംഗ് ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ഓരോ ടാബ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഗ്രൂപ്പുകൾ. അപ്പോൾ ഇൻസേർട്ട് നോക്കി കഴിഞ്ഞാൽ പേജസ് എന്ന ഗ്രൂപ്പ് ഉണ്ട്, ടേബിൾസ് എന്ന ഗ്രൂപ്പ് ഉണ്ട്, ഇല്ലുസ്ട്രേഷൻ എന്ന ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിംബൽ എന്ന ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം
ഇത് കുറച്ച് ഓൾഡർ വെർഷൻ ആയതുകൊണ്ട് നമുക്ക് ഫയൽ എന്ന ഒരു മെനു ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. എന്നാൽ നമ്മുടെ ലേറ്റസ്റ്റിലൊക്കെ നമുക്ക് വളരെ MS ഓഫീസിന്റെ ബട്ടൺ ആണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ഏരിയ. നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഈ ഏരിയ ആണ് എന്ത് ടെക്സ്റ്റ് ഏരിയ. അപ്പൊ നമുക്കിപ്പം വെൽക്കം ടു കേരള എന്നോ എന്തായാലും വെൽക്കം ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നോ എന്ത് വേണേൽ നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാം. ദെൻ നമുക്ക് റൂളർ ഉണ്ട് ഇവിടെ. ഇപ്പൊ റൂളർ അതായത് നമുക്ക് പേജിന്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൂളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമുക്കൊരു വിൻഡോ കൺട്രോൾസ് ഉണ്ട്. അതായത് മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് ചെയ്യാനൊക്കെ വിൻഡോ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് നമ്മുടെ MS ഓഫീസ് വേർഡ് വിൻഡോന്റെ ഒരു ഓവർവ്യൂ ആയിട്ട് പറയുന്നത്. അതായത് നമുക്ക് ടോപ്പ് മോസ്റ്റ് എന്തുണ്ട്, ഒരു ടൈറ്റിൽ ബാർ ഉണ്ട്, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്, റിബൺ ഉണ്ട്, ടെക്സ്റ്റ് ഏരിയകൾ ഉണ്ട്.